അത് പിന്നീട് നല്ല പത്രത്തിലും പത്രമാധ്യമങ്ങളിലും അല്ലെ ടി വിക്കകത്തൂടെ വന്ന് പറഞ്ഞാൽ പരാതിക്കാരന്റെ ആരോപണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന വാർത്തയായിട്ട് വന്നത്. പരാതിക്ക് അത് പോലീസ് കണ്ടെത്തിയത് അതല്ല. അതായത് ഉദാഹരണം പറഞ്ഞാൽ 1630 കോടി രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുണ്ട് അവർക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ കേസ് അവിടെ തീർന്നില്ലേ, നമ്മൾ അകത്ത് പ്രശ്നമായില്ലേ. ആ പരാതിക്കാരൻ പറയുന്നത് 16,300 കോടി രൂപ ഇങ്ങനെ അയാൾ അന്വേഷിച്ചപ്പോൾ അയാളുടെ അന്വേഷണത്തിൽ ബോധ്യമായെന്നാണ്. അന്വേഷിച്ചത് അയാള്, അതായത് ആരെ പരാതി കൊടുത്തിരിക്കുന്ന പഴയ പോലീസ് ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ബോധ്യമായെന്ന, പോലീസിനും ബോധ്യമായെന്നല്ല അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആരോപണങ്ങൾ. അപ്പൊ പോലീസ് എന്താണ് പറഞ്ഞത്? ചില സാങ്കേതിക കാരണങ്ങളാൽ ബഡ്സ് ആക്ട് സെക്ഷൻ ഇടാൻ സാധിക്കത്തില്ല. നിങ്ങള് ഇരിക്കുന്ന അത് കോപ്പി നോക്കിയാൽ മതി. ചില ഇങ്ങനെ തന്നെ എഴുതിയത്, ചില സാങ്കേതിക കാരണങ്ങൾ ബഡ്സ് ആക്ടിന്റെ സെക്ഷൻ ഇടാൻ സാധിക്കില്ല. റിപ്പോർട്ട് പറയുന്നതാണ്, മറ്റേത് ആരോപണമല്ല. ഞാൻ പറഞ്ഞ റിപ്പോർട്ടാണ്. പ്രതിസ്ഥാപനം വർഷാവർഷം GST റിട്ടേൺ സമർപ്പിക്കുന്നുണ്ടെന്ന് അറിവായിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്രതിസ്ഥാപനം വർഷാവർഷം GST റിട്ടേണുകൾ. അത് നമ്മൾ പറയുന്നുണ്ട് 19, 20, 21 കാലങ്ങളിൽ. അപ്പൊ GST അടയ്ക്കുന്നു എങ്കിൽ എങ്ങനെയാണ് ബഡ്സ് ആക്ട് വരുന്നത്, അല്ലെ മണിച്ചേരി പരിധി വരുന്നത് എങ്ങനെ? അപ്പൊ അത് നമുക്ക് GST അടയ്ക്കുന്ന ഒരു സ്ഥാപനം ഒരിക്കലും മണിച്ചേരിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഡ്സ് ആക്ടിലോ വരില്ല. പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് കൺസൈൻമെന്റ് അഡ്വാൻസ് റെസിപ്റ്റായി ആണ് പണം സ്വീകരിക്കുന്നത് എന്നും ആൾക്കാർക്ക് പ്രോഫിറ്റ് നൽകുന്നുണ്ടെന്നും അറിവായിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് കൺസൈൻമെന്റ് അഡ്വാൻസ് റെസിപ്റ്റായി ആണ് പണം സ്വീകരിക്കുന്നത് എന്ന്. അപ്പോൾ കൺസൈൻമെന്റ് അഡ്വാൻസ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യാപാര സ്ഥാപനത്തിന് വേണ്ടി അത് അവരുടെ ബിസിനസ് ചെയ്യാൻ നമ്മൾ മുൻകൂറായി കൊടുക്കുന്ന തുകയാണ് അവർ വ്യാപാരം ചെയ്ത് അവർക്ക് കിട്ടുന്ന ലാഭവിഹിതം ആഴ്ച തോറും നമുക്ക് തരുന്ന സംവിധാനമാണ് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പ്രോഫിറ്റും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രോഫിറ്റ് കൊടുക്കാതിരിക്കുവാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അപ്പൊ ബഡ്സ് ആക്ടിന്റെ പറയുന്നത് സ്ഥാപനത്തിന്റെ വെബ്സൈറ്റുകൾ ഇതുവരെ ഉള്ള ഡാറ്റകൾ പകർത്തിയിട്ടുണ്ടെന്നും പ്രതി സ്ഥാപനത്തിലെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം ചെയ്യുന്നത് സാധിക്കത്തില്ലെന്നും റിപ്പോർട്ടുണ്ട്. അതായത് പ്രതി സ്ഥാപനത്തിന്റെ ഡാറ്റകളെല്ലാം പകർത്തിയിട്ടുണ്ടെന്നും സോഫ്റ്റ്വെയറിൽ യാതൊരു കാരണവശാലും തിരിമറി നടത്താനും പറ്റത്തില്ലെന്നും പോലീസ് റിപ്പോർട്ടുണ്ട്. പിന്നുള്ള പറയുന്നത് പ്രതി സ്ഥാപനത്തിനെതിരെ ആരും തന്നെ പരാതി ഒന്നും നൽകിയിട്ടില്ല എന്ന കാര്യവും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ കൊടുത്തിരിക്കുന്ന ആള്, പരാതി കൊടുത്തിരിക്കുന്ന ആള് ഈ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ള ആളല്ല, പുറത്തുള്ള ഒരാളാണ്. ആ പുറത്തുള്ള ഒരാള് കോടതിയിലെ കേസ് ഫയൽ ചെയ്തപ്പോൾ കോടതി എടുക്കാനുള്ള കാരണങ്ങൾ ഞാനത് ഇപ്പൊ പറയുന്നില്ല, സമയമുണ്ടെങ്കിൽ സാർ ചോദിച്ചാൽ അതിന് കാര്യങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആരോപണം പറഞ്ഞത് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രതി സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് പണം ഉള്ളതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനത്തിലെ പണങ്ങളൊന്നും ആരും അടിച്ചു മാറ്റിയോ വക മാറ്റി ചെലവഴിച്ചിട്ടോ ഇല്ല. പ്രതി സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് പണം ഉള്ളതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെയും പണം ഇതിനകത്ത് നഷ്ടപ്പെട്ടുവെന്നോ ആരും വേവലാതിപ്പെടേണ്ടതായ കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുത്തില്ല എന്നുള്ള കാര്യം ഇത്രയും പറഞ്ഞു. ഏകദേശം മനസ്സിലായിട്ടുണ്ടോ സാറേ? അതോ കുറച്ചുകൂടെ വിശദീകരണം? അതായത് പരാതിക്കാരന് ഒരു 30 വയസ്സാണ് എങ്കിലും ലോസ് സംഭവിച്ചിരിക്കണം. ഇതെന്നാൽ ഒരു പബ്ലിക് ഇഷ്യൂ ആണെന്നൊരു വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് കോടതി എന്നാലും അതെന്താണെന്നുള്ളത് അത് നോക്കാമെന്ന് വിചാരിച്ചു വന്നു. നമുക്ക് വേണമെങ്കിൽ ഒറ്റ ആർഗ്യുമെന്റ് പറയാം. അതായത് പരാതിക്കാരന് അതിനകത്ത് ലോസ് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ കേസ് നിൽക്കത്തില്ല എന്ന് തന്നെ വേണേൽ പറയാം. പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല. നമ്മുടെ ആവശ്യം ഈ വാദം പറഞ്ഞ് തന്നെ തള്ളണം. കാരണം നാളെ ഒരാൾ പരാതിയുമായിട്ട് വന്നാൽ ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാരണം പറഞ്ഞ് കേസ് തള്ളാതിരിക്കുക എന്ന് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും സാർ. സാർ, അടുത്തതായിട്ടുള്ള നമ്മുടെ ഹൈറിച്ചിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ഒരു ആവലാതി അല്ലെങ്കിൽ ഒരു സംശയം, വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും അവർ മനസ്സിലാക്കുന്ന കാര്യം, ക്രൈം ബ്രാഞ്ചിനോ അല്ലെങ്കിൽ CBIയിലേക്കോ ഈ കേസ് കൈമാറണമെന്ന് വത്സൻ അല്ലെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ ആരോപിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് സാറിന്റെ പ്രതികരണം എന്താ? തീർച്ചയായിട്ടും സാറേ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ എക്സ് എം എൽ എ ആണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അതിനു മുമ്പ് നമ്മളെ വന്നിരിക്കുന്ന FIRയിലേക്കും CAB-യിലേക്കും ഒന്ന് വരുന്നതായിരിക്കും ബെറ്റർ.
ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഒരാളൊരു പരാതി കൊടുക്കണമെങ്കിൽ CMB കോടതിയിൽ വരണം. കോടതിയിൽ വരുന്നതിന് മുമ്പ് ചില മാനദണ്ഡങ്ങൾ പാലിക്കണം. അപ്പൊ അതിനൊരു മാനദണ്ഡം പറഞ്ഞാൽ ഒരു പരാതി പ്രസ്തുത പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. SHOയ്ക്ക് ഒരു പരാതി SHOയ്ക്കോ സ്റ്റേഷനിലെ ആരാണോ ഓഫീസർ ആരാധിച്ചാൽ അവർക്ക് കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം കൊടുത്തു കാണും. ആ കൊടുത്തു കാണുമ്പോൾ ഈ പോലീസ് അന്വേഷിക്കുകയോ അന്വേഷിക്കാതിരിക്കുകയോ പോലീസ് അന്വേഷണത്തിന്റെ തൃപ്തികരമല്ലാതെ വന്നാൽ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ നടപടി പറഞ്ഞാൽ പോലീസ് സൂപ്രണ്ട് SPക്കോ പോലീസിന്റെ അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കോ ഈ പരാതി ഫോർവേഡ് ചെയ്യണം. അതിനകത്ത് കവർ ലെറ്ററും വെക്കണം. അതായത് പ്രസ്തുത സാമ്പത്തിക ശേഷിയുള്ള പ്രതിസ്ഥാപനത്തിന് സ്വാധീനം കൊണ്ട് പോലീസ് കേസ് എടുത്തിട്ടില്ലാത്തതിനാൽ അത് കോടതി ഇത് ഏറ്റെടുത്ത് ഈ കേസ് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു CMB രജിസ്റ്റർ ചെയ്യും. ആ CMB രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പോലീസിൽ കൊടുത്ത പരാതിയുടെ കോപ്പി, പിന്നെ അതുപോലെ തന്നെ SPക്ക് കൊടുത്ത പരാതിയുടെ കോപ്പിയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കോടതിയിൽ വന്നിട്ട് ഒരു അപേക്ഷ കൊടുക്കും. അങ്ങനെയാണ് CMB പറഞ്ഞ് രജിസ്റ്റർ ചെയ്യും. അപ്പൊ കോടതിക്ക് 2-3 മാർഗങ്ങൾ വേണമെങ്കിൽ ഇത് അവലംബിക്കാം. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന്, കോടതിക്ക് നേരിട്ട് ഈ പരാതിക്കാരന്റെ പരാതി എന്താണെന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി സാക്ഷികളെ 1-2 പേര്, 2 പേരെങ്കിലും സാക്ഷികൾക്ക് ഇൻകം സാക്ഷികളുടെ 2 പേരെ സാക്ഷികളുടെ മൊഴിയെടുത്ത് ഡോക്യുമെന്റ്സും പരിശോധനയ്ക്ക് വിധേയമാക്കി കോടതിക്ക് അത് പരാതി എടുക്കണമെങ്കിൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കാം. അങ്ങനെ അത് കഴിയുമ്പോഴാണ് എതിർകക്ഷിയൊക്കെ വരുമ്പോഴാണ് പിന്നെ അത് CMB എന്നുള്ളത് CC ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ അന്വേഷണ ഏജൻസി അതിനകത്ത് വേണമെങ്കിൽ ക്രൈംബ്രാഞ്ച് കോടതിക്ക് കൊടുക്കാമായിരുന്നു, ഇല്ല പോലീസിന് കൊടുക്കുക. കോടതി എന്ത് ചെയ്തു? ലോക്കൽ പോലീസിനോട് പറഞ്ഞു അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയതാണ് ഈ കോടതിയിൽ നിന്ന് പോലീസുകാർ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയച്ചതിന്റെ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് നമുക്ക് ഈ വന്നിരിക്കുന്ന സംഭവങ്ങൾ. അതിനകത്ത് പറയുന്നത് ഇത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് സാവകാശം വേണം, ഇതിന്റെ അകത്ത് പരാതിക്കാരൊന്നുമില്ല, ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല, ഇതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കണം, മറ്റൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കണോ CBIക്കോ അതുപോലെ തന്നെ EDക്കോ ഒക്കെ കൊടുക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസിയാണ്. അത് സാധാരണ നമുക്ക് താഴത്തെ കോടതിക്കൊന്നും അതിന് പറയാനുള്ള അധികാരമില്ല. അത് കൊടുക്കണം എന്നെങ്കിൽ ഒരു ഹൈക്കോടതി ഉത്തരവ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ വേണമെങ്കിൽ ഇടപെട്ട് വേണമെങ്കിൽ EDക്കോ കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടൊരു നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല. മാത്രവുമല്ല, കോടതിക്ക് ഇതിനകത്ത് പരാതിക്കാരൻ ഇല്ലാത്തതുകൊണ്ട് കോടതിക്ക് അങ്ങനെ ഒരു താല്പര്യം കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പരാതിക്കാരല്ലല്ലോ ഇതിനകത്ത് പണം നഷ്ടപ്പെട്ട ഒരാള് പരാതിയുമായിട്ട് കൊണ്ടുപോയെങ്കിലല്ലയോ ഇതിന്റെ വ്യാപ്തി കൂടുതൽ വേണ്ടേ. കേരളത്തിന് പുറത്തും ഇത് വലിയ വ്യാപ്തിയുള്ള ബിസിനസ് ആണെന്ന് തോന്നണമല്ലോ. ഇതിനകത്ത് നമ്മുടെ 1 രൂപ പോലും പോയതായിട്ട് റിപ്പോർട്ടിനകത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. നിങ്ങൾ ആദ്യം പരാതി കൊടുത്താൽ നിങ്ങളുടെ പണം കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഹൈറിച്ചിനെതിരെ പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ അതിന്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്? സാറിന്റെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് കുറെ വാർത്തകൾ അതേയുള്ള അതിന്റെ ഗുണം. അതായത് ഇവർക്ക് ഇങ്ങനെ ഹൈറിച്ചിന്റെ അവിടുത്തെ ID അടിച്ചവർ ഇന്നാള് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ് അവർക്കൊരു വാർത്ത ഉണ്ടാക്കാൻ പറ്റും. പക്ഷേങ്കില് ഈ അതായത് നമ്മുടെ ഉള്ള പാർട്ണർമാർക്ക് അതിനെ പ്രയോജനം ചെയ്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് തലേ ദിവസം വരെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോടതിയിൽ ഒരു പരാതി ചെന്നാൽ കോടതി പറയുന്നത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. നിലവിലുള്ള അതായത് ബ്ലോക്ക് ചെയ്യും, ഒന്നും ചെയ്യാൻ പാടില്ല, തൊട്ടു പോകരുത്, കോടതിയുടെ ഉത്തരവാണ്, തൊട്ടു പോകരുത്. അത് ഞങ്ങൾ പറയും, ആ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട നീതി ന്യായപീഠമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പേ ഔട്ട് കൊടുക്കാത്തത്. കോടതി ആവശ്യപ്പെടുകയോ പരാതിക്കാരൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്താൽ ആ സ്പോട്ടിൽ കാശ് കിട്ടും. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കോടതിയാണ്. കോടതിയിൽ ഇങ്ങനെ ഒരു പരാതി കൊണ്ട് ചെല്ലുമ്പോൾ കോടതിക്കറിയാം ഇത് ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് ആരും പരാതിക്കായിട്ട് പോയാൽ ഇത് കിട്ടത്തുമില്ല. അത് ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം അങ്ങനെ ഒരു സാധ്യത ഇല്ല. സാധ്യത വിരളമെന്നല്ല, സാധ്യതയില്ല. ഇത് നമ്മളെ റിപ്പോർട്ട് ഞാൻ മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കി. വാസ്തവത്തില് സാർ ഇത് നമ്മൾ ഹൈറിച്ച് എല്ലാത്തിനും ഒരു വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. കാരണം ഹൈറിച്ചിനെതിരെ വന്ന ഒരു പരാതിയും വ്യത്യസ്തമാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു പരാതിയാണ് ഹൈറിച്ചിനെതിരായിട്ട് വന്നത്. ഹൈറിച്ച് അതുകൊണ്ട് തന്നെയാണ് എല്ലാം കൊണ്ടും വ്യത്യാസം. ഈ പരാതി ഇനി ഒരിക്കലും വരില്ല, ഇതുപോലെ മറ്റൊരു കമ്പനിക്ക് വരില്ല. എന്താണ് പരാതി?
ആ പരാതിക്കാരൻ ആദ്യം പറയുന്നത് സാറിന്റെ വീഡിയോ ഒന്ന് ഓണാക്കാമോ? സാറിന്റെ വീഡിയോ ഒന്നുകൂടെ ഒന്ന് ഓണാക്കി ട്രൈ ചെയ്യാമോ? ആ ഓക്കെ, നോക്കാം. ശരി. അപ്പൊ എന്തെങ്കിലും റേഞ്ച് കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ സാറേ നമ്മുടെ പരാതിയുടെ വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പല ഇത് കണ്ടിട്ടുണ്ട്, തട്ടിപ്പ് കണ്ടിട്ടുണ്ട്, മണിനിശ്ചയം കണ്ടിട്ടുണ്ട്, ആട് കണ്ടിട്ടുണ്ട്, മാച്ച് കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള പല പരിപാടികൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ വരുന്നിരിക്കുന്നതിന് ആൾക്കാരുടെ പൈസ നഷ്ടമായി എന്ന് പറഞ്ഞാണ് ഈ പരാതി വരുന്നത്. അതിനകത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ, സ്ഥാവര ജംഗമ സ്വത്തുക്കളെ ജപ്തി ചെയ്യുന്നുണ്ട്, നടപടിക്രമങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് പരാതിക്കാരൻ പറയുന്നത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസിന്റെ മറവിൽ അതായത് മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പ് നടത്തി 18 ലെവൽ ആൾക്കാർക്ക് ലാഭവിഹിതം വീതിച്ചു കൊടുക്കുന്നു എന്നാണ്. ഈ ലാഭവിഹിതം വീതിച്ചു കൊടുക്കരുതെന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതായത് ഈ കമ്പനി പൂട്ടിയാലും വേണ്ടിയില്ല, താഴെയുള്ള ആൾക്കാർക്ക് ലാഭവിഹിതം കൊടുക്കരുത്, ഇവര് പൂട്ടി വേണം മുങ്ങിക്കോ, അത് പ്രശ്നമില്ല. പക്ഷെ ഇത് വന്നിരിക്കുന്ന എന്താണ്, പരാതിക്കാരൻ പറയുന്നത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന കാശ് അവരെടുത്തു മുങ്ങി എന്നുള്ളതല്ല. ആദ്യത്തെ വരി വായിച്ചാൽ മതി പരാതിയുടെ. ആ ലാഭവിഹിതം വീതിച്ച് താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു എന്നാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത്. അത് തികച്ചും ചരിത്ര സംഭവമാണ്. വളരെ ചിരിക്കാൻ പറ്റുന്ന കാര്യമാണ്. മാത്രമല്ല അത് അദ്ദേഹത്തോട്ട് സഹതാപവും ഉണ്ട് വാസ്തവത്തിൽ പരാതിക്കാരനോട്. കാരണം ആൾക്കാർ പട്ടിണിയുടെ ജാതകമെങ്കിൽ ചത്തോട്ടെ, ഉണ്ടെന്ന ചോറിനകത്ത് കുറെ ഒരു പിടി മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാല് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല. അതാണ് നമ്മുടെ 39 കേസ് പെറ്റീഷൻ 39 ആയിരുന്നു പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നത്. അത് റിമൂവ് ആയി, അത് ഡിസ്പോസ് ആയി. അതെ. അപ്പൊ നമുക്ക് നാളെ തന്നെ സുപ്രീം കോടതി അഡ്വക്കേറ്റ് നാളെ തന്നെ കേരളത്തിലോട്ട് വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതിനുശേഷം വരാനുള്ള ലീഗൽ പ്രൊസീഡിങ്സ് സാറിന്റെ അസസ്മെന്റ് എങ്ങനെയാണ്? റെഡ് പെറ്റീഷൻ റിമൂവ് ആയി, ഡിസ്പോസ് ആയി. പിന്നെ അതുപോലെ തന്നെ വെക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാങ്കിനെതിരെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 3-4 പെറ്റീഷൻ അവിടെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അതിനകത്ത് ഒരെണ്ണം പെൻഡിങ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഡിവിഷൻ ബെഞ്ചില് വന്ന് നമ്മുടെ വാദം ആരംഭിച്ചപ്പോഴാണ് പ്രോസിക്യൂട്ടർ ഇത് പറഞ്ഞത്, ഈ അതായത് ഒരേ കേസിന്റെ കാര്യത്തിന് വേണ്ടി 2 കോടതിയിലെ കേസ് നിൽക്കാൻ പാടില്ല, അത് ലീഗലി അത് പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ വന്നതുകൊണ്ട് കോടതി പറയും അത് പറ്റത്തില്ല, അത് നിങ്ങൾ ഫസ്റ്റ് അത് പിൻവലിച്ച് വന്നെങ്കിൽ മാത്രമേ ഇത് പറ്റൂ. അപ്പൊ നമ്മൾ പറഞ്ഞു അത് ഉണ്ടായിരുന്നത് കാരണം അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യത കുറവ്. കാരണം പഴയ ഒരു അഡ്വക്കേറ്റ് മാറ്റി കഴിയുമ്പോൾ പുതിയൊരു അഡ്വക്കേറ്റ് അവരോട് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയുണ്ടെന്ന് ചോദിക്കാൻ സാധ്യത കുറവ്. അപ്പൊ കമ്പനി എന്താ വിചാരിച്ചു, ഇദ്ദേഹം വിഡ്രോ ചെയ്തെന്ന് വിചാരിച്ചപ്പോൾ വിഡ്രോ ചെയ്താന്ന് വിചാരിച്ചിരുന്നു. അവരെണ്ണം പെൻഡിങ് കിടന്നത് ഈ അഡ്വക്കേറ്റ് മാത്രമേ അറിയത്തുള്ളൂ, പഴയ അഡ്വക്കേറ്റിനെ അറിയത്തുള്ളൂ. അത് കോടതി വന്നപ്പോൾ അതിന്റെ ആ പ്രശ്നങ്ങൾ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം അവിടെ വന്നത്. അതുകൊണ്ട് കമ്പനിയെ അയച്ചതിന് ഒരു പ്രശ്നമൊന്നുമില്ല, നമുക്ക് ആ ഒരു ഡിലേ വന്നു. സ്വാഭാവികമായിട്ട് അതൊന്ന് ഇന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. വിഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ പ്രശ്നം തീർന്നേനെ, സോൾവ് ആയി പോയി. കമ്പനിക്ക് അനുകൂലമായിട്ട് വിധി വന്നേനെ. അതിൻ്റെതായ നീ ചിലപ്പോൾ 1 ആഴ്ചയോ 3 ദിവസമോ 2 ദിവസമോ ഇനിയും നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, അതായത് വാദം പറയാൻ വേണ്ടി അത് അത്ര സമയം നമ്മുടെ നഷ്ടപ്പെട്ടു. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. മറ്റു പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ ഇങ്ങനെ അഡ്വക്കേറ്റ്സ് മാറുന്ന സമയത്ത് സാധാരണമായി ഒരു ടെക്നിക്കൽ എറർ സംഭവിക്കാറുണ്ടെന്നാണ് എന്നോട് 1-2 അഡ്വക്കേറ്റ്സ് പറഞ്ഞത്. തീർച്ചയായിട്ടും അല്ലെ, ഒരു ടെക്നിക്കൽ എറർ എന്ന രീതിയിൽ മാത്രമേ നമ്മൾ അതിനെ കാണേണ്ടതായിട്ട് ആവശ്യമുള്ളൂ അല്ലെ? ആ ടെക്നിക്കൽ എറർ സംഭവിച്ചത്. ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദം പറയേണ്ടെന്ന് മറ്റൊന്നും അല്ലല്ലോ അവിടെ പറഞ്ഞത്. ഈ ഒരു കേസ് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ പറ്റാത്തില്ലാത്തത് കൊണ്ട് അത് റിമൂവ് ചെയ്തിട്ട് വന്ന കേസ്, അത് വിഡ്രോ ചെയ്തിട്ട് വന്നാൽ ഇത് നമ്മൾ ചെയ്യാമെന്ന് മാത്രമേ പറയാം. അതിനല്ലേ നമുക്ക് വീണ്ടും അവധി തരാമെന്ന് പറഞ്ഞതും നമ്മുടെ കേസ് ഫയൽ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലാവുമല്ലോ ടെക്നിക്കൽ എറർ ആണെന്ന്. മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലോ, എടുക്കത്തില്ലെന്നല്ലല്ലോ പറയുന്നത്. നമുക്ക് അറിയാമല്ലോ, വരത്തില്ലെന്നുള്ള മനസ്സിലായി. അതായത് GST കൃത്യമായിട്ട് അടയ്ക്കുമ്പോൾ അത് മണിച്ചേന്റെ വലുതല്ല. മാത്രമല്ല മണിച്ചേന് നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ബഡ്സ് ആക്ടും നിയമം മൂലം ബഡ്സ് ആക്ടിനകത്ത് വന്നാലും നിയമം മൂലം നിരോധിച്ചിരിക്കണം. ഇതിനൊരു കോടതി പോകാനും കോടതി ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് നിരോധിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്തുവായിക്കോട്ടെ ആ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം പിടിച്ചെടുത്ത് പ്രതിയായിട്ടുള്ളവരെ അതിന്റെ പ്രചരണക്കാരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ആ സ്ഥാപനം സീൽ ചെയ്ത് സ്ഥാപനം ചേർത്തുള്ള സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം ജപ്തി ചെയ്ത്
അത് നേരെ കോടതി കൊണ്ടുപോയി കോടതിയിൽ നിന്ന് പിന്നീട് അത് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സ്ഥാപനം ഒന്നും തുറക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആൾക്കാർ കിടന്നിട്ട് ഈ പറയുന്ന മണിച്ചേനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പോഴും സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ലോക്കൽ പോലീസ് ഒരു SI വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഉള്ളൂ. അപ്പൊ അത് വരാത്തത് കൊണ്ടാണ്. അപ്പൊ അതെങ്കിലും ദയവായിട്ട് നമ്മുടെ പാർട്ട്നേഴ്സ് എല്ലാം ദയവായിട്ട് അത് മനസ്സിലാക്കണമെന്നാണ് എന്റെ ഒരു എളിയ റിക്വസ്റ്റ്. തന്നെ വേറൊരു കാര്യം ഇപ്പൊ വന്ന ഞാൻ പത്രത്തിൽ കണ്ടത് HROTTയിൽ 12,39,760 അംഗങ്ങൾ ഉണ്ടെന്നും അത് 10,000 പേരെ കണ്ടിട്ടുള്ളൂ, അത് പെരുപ്പിച്ച് കാണിച്ചതാണെന്ന് പറഞ്ഞൊരു പരാതി വന്നിട്ടു. സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കാണും. ഞാൻ കണ്ടു. ഈ 12,39,160 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നുണ്ട്. അതെ, അത് ചിലപ്പോ 10,000 പേര് വേണമെന്ന് ചിലപ്പോൾ ആരും കണ്ടെന്നിരിക്കും. പക്ഷെ നമ്മൾ 12,39,160 പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. OTTയുടെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് സോഫ്റ്റ്വെയറിലുണ്ട്. അതിനകത്ത് ആൾക്കാരെ എല്ലാം പുറകെ നടന്ന് നിങ്ങളുടെ സിനിമ കാണണം എന്ന് പറഞ്ഞ് വടിയെടുത്തോണ്ട് നമുക്ക് എന്താ അടിക്കാൻ നോക്കത്തില്ല. ആവശ്യമുള്ളവർ കാണും, ആവശ്യമില്ലാത്തൊരു കാണത്തില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ പെരുപ്പിച്ച് കാണിച്ചതൊന്നുമല്ല. കാണാത്താണ് കുറഞ്ഞു പോയെങ്കിൽ സഹതാപം ഉണ്ടെങ്കിൽ ആൾക്കാരോട് പറയാൻ എല്ലാവരും കയറി കാണണമെന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ആവശ്യമുള്ളവരൊക്കെ കണ്ടോളൂ. അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. അവസാനം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ആയിരത്തിന്റെ നല്ലൊരു അഭ്യുതകാംക്ഷിയാണ്. തീർച്ചയായിട്ടും സാറിന്റെ ഈ വിലപ്പെട്ട സമയം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടോക്ക് ഡിസ്കഷന് വേണ്ടി സാർ ഒരുങ്ങാനെടുത്തിരിക്കുന്ന വിലപ്പെട്ട സമയത്തിന് തീർച്ചയായിട്ടും ഇന്ന് വളരെ സ്നേഹത്തോടെയാണ്. ഏതൊരു കേസ്, ഒരു കൊലപാതകം നടന്നാലും സംശയാതീതമായിട്ട് കേസ് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യം വിട്ട് കോടതി ആ പ്രതിയെ വിട്ടായി. കൊലപാതകമാണെങ്കിലും ഏത് കേസാണ്, മോശമാണെ പോലും സംശയാതീതമായി ഒരു കേസ് തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പ്രതിക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടും, സംശയത്തിന്റെ ആനുകൂല്യം കിട്ടും. ഇപ്പൊ ഇതെല്ലാം അവര് പറയുന്നത് എന്താ, ഞങ്ങളെ നോക്കിയിട്ട് കാണുന്നില്ല, അവിടെ CBI വന്നാൽ പറ്റിയേക്കും, ED വന്നാൽ പറ്റിയേക്കും, മറ്റവർ വന്നാൽ പറ്റി, ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ അവിടെ എല്ലാം സംശയം വന്നില്ലേ സാറേ? അതെ, അതാണ് ആ ഒറ്റ പോയിന്റ് ആണല്ലോ സംശയത്തിന്റെ ആനുകൂല്യം. നമുക്ക് ഒറ്റ പോയിന്റ് കിട്ടിയുള്ളത് സംശയത്തിന്റെ ആനുകൂല്യം. തീർച്ചയായിട്ടും. Hi dear